ഹലോ, എല്ലാവർക്കും അവ്യാസ് ഹോം കുക്കിങ്ങിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ മാംഗോ വെച്ചിട്ട് ജെല്ലി ക്യൂബ്സും കൂടെ ഒരു മാംഗോ ഷേക്കും കൂടി എങ്ങനെ ഉണ്ടാക്കുക നമുക്ക് നോക്കാം. അതിൻ്റെ മുമ്പ് വീഡിയോ ഇഷ്ടമായാലേ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യാനും മറക്കല്ലേ. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ആദ്യം നമുക്ക് ജെല്ലി ഉണ്ടാക്കാം. അതിനായിട്ട് 1 കപ്പ് റെഡിമെയ്ഡ് മാംഗോ ക്രഷ് ഞാനിവിടെ യൂസ് ചെയ്യണം. നിങ്ങൾക്ക് ഇതിൻ്റെ പകരം ഫ്രഷ് മാംഗോ പ്യൂരി വേണമെങ്കിലും യൂസ് ചെയ്യാം. ഈ മാംഗോ പ്യൂരിയുടെ ആണ് ക്രഷ് ഞാൻ യൂസ് ചെയ്തത്. നിങ്ങൾക്ക് ഏത് ബ്രാൻഡിൻ്റെ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ഇനി ഇതിലോട്ട് ഞാൻ 2 കപ്പ് വെള്ളമാണ് ഒഴിക്കാൻ പോണത്, ഡൈല്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഒഴിച്ചതിന് ശേഷം നമുക്ക് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നല്ലപോലെ മിക്സായി വന്നു കഴിഞ്ഞാൽ നമുക്കിതിനെ ഗ്യാസിലോട്ട് വെച്ചിട്ട് തിളപ്പിച്ചെടുക്കണം. ഇവിടെ നല്ലപോലെ ഇളക്കി ഇതിനെ തിളപ്പിച്ചെടുക്കാൻ പോവുകയാണ്. അതിനുശേഷമാണ് നമുക്കിതിനെ കട്ടിയാക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. ഇനി നമുക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഒരുപാട് പഞ്ചസാര ഇടുന്നില്ല, കാരണം വെച്ചാൽ നമ്മുടെ മാംഗോ ക്രഷിൽ പഞ്ചസാര ആദ്യമേ ഉള്ളത് കൊണ്ട് ഞാൻ അവോയ്ഡ് ചെയ്യണം. ഇനി നമുക്ക് ജെല്ലിയായി കിട്ടാൻ വേണ്ടിയിട്ട് അഗർ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അഗർ അല്ലെങ്കിൽ ചൈന ഗ്രാസ് എന്ന് പറയുന്ന സാധനമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഒരു പകുതിയെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ. ഇനി ഇതിനെ നല്ലപോലെ തിളപ്പിച്ചെടുക്കണം. പെട്ടെന്നൊന്നും അത് ഡൈല്യൂട്ട് ആകില്ല കേട്ടോ. അപ്പോൾ നമ്മൾ നല്ലപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഒരു 5 മിനിറ്റ് സമയം എന്തായാലും എടുക്കും. അപ്പോൾ നല്ലപോലെ നമുക്ക് ഇളക്കാം. ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ നമുക്ക് തിളപ്പിച്ചെടുക്കാം. നമ്മുടെ അഗറൊക്കെ നല്ലപോലെ മെൽറ്റായി വന്നാൽ ഇതിനെ നമുക്ക് വേറൊരു പാനിലോട്ട് മാറ്റാം കേട്ടോ. കുറച്ച് ഇതേപോലെയുള്ള ഒരു പാത്രത്തിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ജെല്ലി ക്യൂബ്സ് ഈസി ആയിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇതിനെ ഇനി ഫ്രിഡ്ജിലോട്ട് ഒരു 15 മിനിറ്റ് തണുപ്പിക്കാൻ വെച്ചാൽ മതി. പെട്ടെന്ന് തന്നെ നമുക്ക് ജെല്ലിയായി കിട്ടും. ഒരുപാട് നേരം വെക്കണം എന്നൊന്നുമില്ല കേട്ടോ. ഇതാണ് ഞാൻ യൂസ് ചെയ്ത അഗർ ചൈന ഗ്രാസ്. നിങ്ങൾക്ക് ഈ സ്ട്രിപ്സ് ഇതേപോലെ വാങ്ങാൻ കിട്ടും. അപ്പം ഞാൻ ഇതിൻ്റെ ഏകദേശം കണ്ടോ, പകുതിയെ യൂസ് ചെയ്തിട്ടുള്ളൂ, പകുതി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പകരം നിങ്ങൾക്ക് ജെല്ലി ബോക്സസ് കിട്ടും, അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ അഗർ പൗഡർ കിട്ടും, അതും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇനി നമുക്ക് മാംഗോ ഷേക്ക് ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് 1 ലിറ്റർ പാലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. 1 ലിറ്റർ നല്ല തണുത്ത പാൽ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഒരു 2 പഴുത്ത മാങ്ങയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. കൂടെ 1/2 കപ്പ് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഐസ് ക്യൂബ്സും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മധുരം നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടോ കുറയ്ക്കുകയോ ചെയ്യാം കേട്ടോ. ഇനി ഞാൻ ഇതിലോട്ട് ഇടാൻ പോണതാണ് വാനില ഐസ്ക്രീം. ഏകദേശം ഒരു 2 കപ്പ് ഐസ്ക്രീമാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് അടച്ച് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ട് വരാം. ഇതിപ്പോൾ നല്ലപോലെ ഇവിടെ മിക്സായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അടുത്ത കാര്യത്തിലോട്ട് കിടക്കാം, അതായത് ജെല്ലി കട്ട് ചെയ്യണത്. ഒരു 15 മിനിറ്റിന് ശേഷം ഞാൻ പുറത്തെടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ ജെല്ലി നന്നായി സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിനെ കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിൽ കട്ട് ചെയ്തെടുക്കാം. ഞാനിതിന് സ്ക്വയർ ഷേപ്പിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പം ഞാനിവിടെ എല്ലാം കട്ട് ചെയ്തെടുത്തു. ഇനി സ്പൂൺ വെച്ചിട്ട് നമുക്ക് പതുക്കെ ഇതിനെ മെല്ലെ എടുക്കാം. ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ നമ്മളുടെ ജെല്ലി ഒന്നും പൊട്ടാണ്ട് നല്ല ഷേപ്പിൽ തന്നെ കിട്ടും. അപ്പോൾ ഇതേപോലെ നമുക്ക് എല്ലാം എടുക്കാം. ഇപ്പോൾ കണ്ടു, നമ്മൾ ജെല്ലിയൊക്കെ നന്നായി സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല സ്ക്യൂജി ആയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ ഇത് ഒരുപാട് ഇഷ്ടമാവും. നമുക്ക് കുറച്ച് ജെല്ലി ഈ 2 ഗ്ലാസ്സിൽ അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിലോട്ട് നമ്മൾ അടിച്ചു വെച്ച മാംഗോ ഷേക്ക് ഇല്ലേ, അതിനെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി അതിൻ്റെ മേലെ ഞാൻ കുറച്ച് വിപ്പിംഗ് ക്രീം സ്ക്യൂസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഐസ്ക്രീം തന്നെ 2 സ്കൂപ്പ് മറ്റേ ഇട്ട് കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ വെറുതെ ഇതേപോലെ സെർവ് ചെയ്താലും മതി. പിന്നെ ഒരു ചെറിയ ഡെക്കറേഷന് വേണ്ടി ഞാൻ ജെല്ലിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ മേലെ. അപ്പം മെല്ലെ ചൂടുകാലമൊക്കെ സ്റ്റാർട്ടായി. അപ്പോൾ പിള്ളേർക്ക് ഇതൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ ഒരുപാട് ഇഷ്ടമാവും. വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇനിയും പുതിയ റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. ബൈ.